ഇപ്പോൾ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊച്ചി കടവന്ത്രയിൽ കിണറ്റിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി. ഒഡീഷ സ്വദേശി മനോജ് കുമാർ ഐസ്വാളാണ് മരിച്ചത്. സംഭവത്തിൽ കടവന്ത്ര പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഇതെങ്ങനെയാണ് സംഭവം? ഈ പ്രദേശത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണോ? അതെ കാവ്യ, ഈ കടവന്ത്ര അതായത് നഗരമധ്യത്തിൽ തന്നെയുള്ള ഒരു വീട്ടുകിണറ്റിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കടവന്ത്രയിലെ മുട്ടത്തിൽ ലെയിൻ എന്ന് പറയുന്ന ആ റോഡിൽ ആണ് ഒരു വീട്ടിനുള്ളിലെ കിണറ്റിൽ, ഇതായി കാണുന്ന ചെറിയ കിണറ്റിലാണ്. നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നി, ഇത്രയും ചെറിയ കിണറ്റിലാണ് ഈ മൃതദേഹം കിടന്നിരുന്നത്. ഈ കിണറിനകത്തേക്ക് തല കീഴായി ആണ് മൃതദേഹം കാണപ്പെട്ടിരുന്നത്. ഇപ്പോൾ പോലീസ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. നിലവിൽ ഉള്ള അന്വേഷണ വിവരമനുസരിച്ച് ഈ മരിച്ചത് ഒഡീഷ സ്വദേശി മനോജ് കുമാർ ഐസ്വാൾ എന്നയാളാണ്. 34 വയസ്സുള്ള മനോജ് കുമാർ ഐസ്വാൾ എന്നയാളാണ് ഈ മരിച്ചത്. ഈ വീട്ടിൽ തന്നെ ഇതിൻ്റെ മുകൾ നിലയിൽ, ഈ കാണുന്ന മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ്. ഈ നിരവധി അതിഥി തൊഴിലാളികൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 9 പേർ ഈ കെട്ടിടത്തിൽ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് ഈ മരിച്ച മനോജ് കുമാർ ഐസ്വാൾ. നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് ഇയാൾ ഇന്നലെ രാത്രി മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളടക്കം പറയുന്നത്. അങ്ങനെ മദ്യപിച്ച് ഈ ഭാഗത്ത് വന്നപ്പോൾ അബദ്ധത്തിൽ കാൽ തെറ്റി ഈ കിണറിനകത്തേക്ക് വീണതാകാം എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള നിഗമനം. ആ തരത്തിലാണ് പോലീസിൻ്റെ കണ്ടെത്തലും. അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ. മറ്റ് ദുരൂഹതകളൊന്നും തന്നെ ഇല്ല. ഇനി വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കം ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മുറിപ്പാടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാകും. നിലവിലെ നിഗമനമനുസരിച്ച് മറ്റ് ദുരൂഹതകളൊന്നും തന്നെ ഇല്ല. ഇയാൾ ഇന്നലെ രാത്രി ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ മദ്യപിച്ച് ഈ ഭാഗത്തൂടെ വന്ന സമയത്ത് കാൽ തെറ്റി ഈ കിണറിനകത്തേക്ക് വീണു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ നിഗമനം. വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി കൂടെയാണോ ഉമേഷ്? ആ വഴിയിലാണോ ഈ കിണറുള്ളത്? അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കാവ്യ. വീടിനകത്തേക്കുള്ള സ്റ്റെപ്പ് നമുക്ക് കാണാം, ആ കോണിപ്പടി കാണാം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കിണറും ഉള്ളത്. അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കാല് തെറ്റി ഇതിനകത്തേക്ക് വീഴും. ആ തരത്തിൽ തന്നെയാണ് ഇത്. തൊട്ടടുത്താണ് ഈ കിണറുള്ളത്. പക്ഷേ ഇയാൾ ഒരുപക്ഷെ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ സംഭവിച്ചത് എന്ന നിഗമനം ഉണ്ട്. അറിയാതെ അബദ്ധത്തിൽ കാല് തെറ്റി വീണതാകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം. ഏതായാലും വിശദമായ പരിശോധന നടത്തണം. ഇൻക്വസ്റ്റ് അടക്കം ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിൽ കടവന്ത്ര പോലീസ് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുകയാണ്. ഈ കെട്ടിടോടമയുടെ അടക്കം മൊഴി എടുക്കുന്നുണ്ട്. ആ തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. കാവ്യ. ശരി ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രാഥമികമായ വിലയിരുത്തൽ അനുസരിച്ച് കിണറ്റിലേക്ക് അബദ്ധത്തിൽ കാൽ വഴുതി വീണത് തന്നെയാണ് എന്നതാണ്. അങ്ങനെ ഒരു നിഗമനത്തിലാണെങ്കിലും കൂടുതൽ മുന്നോട്ടുള്ള മണിക്കൂറുകളിൽ മാത്രമേ പോലീസിന് ഒരു സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ.